ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പിന്നെ ചേർക്കുന്നത് ഒരു 2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. അതിലേക്ക് ഒരു 6-7 സവാള, 2 കുടം വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇന്ന് ഞാനൊരു വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് കറിക്ക് ഒരു നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതിപ്പം വലിയ ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല. ഇത് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരയ്ക്കാനുള്ള, അതുകൊണ്ട് ആ രീതിയിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാൻ ടൊമാറ്റോ എല്ലാം അരിഞ്ഞെടുത്ത് ഞാനിവിടെ ഒരു പാൻ വെച്ചതിലേക്ക് സ്വല്പം ഒരു ഓയിൽ ഒഴിച്ചിട്ട്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് വാട്ടിയെടുക്കണം. പച്ചപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ടൊമാറ്റോയുടെ ഒക്കെ പച്ചപ്പ് പോകുന്നിടം വരെ ഞാനൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം അതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതേ പാനിലാണ് പൊടികളൊന്ന് ചൂടാക്കാൻ എടുത്തേക്കുന്നത്. തീ ഇപ്പം ഞാനൊന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും, 2 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ എന്നിട്ട് ഞാൻ തീ ഒന്ന് ഓണാക്കിയിട്ട് ചെറിയ തീയിൽ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ ചിക്കൻ കറിയുടെ കൂടെ ഒരു പുലാവ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇച്ചിരി കൊത്തുമീറൊക്കെ ഒന്ന് ക്രഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതേ ജാറിലാണ് ഞാനിപ്പം ഈ ടൊമാറ്റോ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ടൊമാറ്റോ ഒന്ന് വാട്ടിയതിന് ശേഷം അരയ്ക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കൊഴുപ്പും കിട്ടും. ഇപ്പോൾ ഈ നന്നായി വഴന്ന് വന്ന സവാളയിലേക്ക് ഞാൻ ആ അരച്ച പേസ്റ്റോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഇത്തിരി ഒന്ന് ഡ്രൈ ആയണേ നമ്മൾ ചൂടാക്കിയെടുത്ത പൊടികളൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ചിക്കൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചതാണ്. അതുകൂടി ഇതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട്, ആ മിക്സിയുടെ ജാറും അതെല്ലാം ഒഴിച്ചിട്ട്. അപ്പോൾ ആ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്താണ്, അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വരുമല്ലേ, അത് ഞാനങ്ങ് കളയവാ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്ത് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ. കാരണം ഇനി തിളയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് നന്നായി കുറച്ച് നേരം കഴിഞ്ഞാൽ നന്നായി തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് വെന്തിട്ടില്ല, വീണ്ടും അത് അടച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയുണ്ടേ അതിപ്പം ഞാനൊന്ന് വെന്തോ നോക്കുന്നുണ്ട്. വെന്തോ നോക്കാനായിട്ട് എപ്പോഴും എല്ലുള്ള പീസ് എടുത്ത് നോക്കണം. അപ്പോൾ എല്ലിൽ നിന്ന് വിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തെന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ചാറ് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറുക്കിയെടുക്കാം. ഞാൻ ഈ പുലാവ് കഴിക്കേണ്ടിയിട്ട് ഒരു ഇച്ചിരി ചാറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്ക് കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ കടുകിട്ട് ഇതിലേക്ക് സവാള, കറിവേപ്പില ഇച്ചിരി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.